സർട്ടിഫിക്കറ്റിൽ വന്ന് ബോക്സ് ഓഫീസ് മലർത്തിയടിച്ച മലയാള സിനിമകൾ. ആത്മസാഗരത്തിൽ നീ ഉപ്പുപോലും ചേർന്നിട്ടും എന്തിനായി ഒളിക്കുന്നു അന്ധമാഴങ്ങളിൽ. സെക്കൻഡ് പ്ലേസിൽ മാർക്കോ. 2019 റിലീസായ മിഖായലിന്റെ മാർക്കോ ജൂനിയർ എന്ന വില്ലൻ നായകനായി വരുന്ന സിനിമ. ഈ കാരണം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് സിനിമയുടെ മേൽ ഒരു ചെറിയ പ്രതീക്ഷയും സിനിമയ്ക്ക് അത്യാവശ്യം ഹൈപ്പും ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ റിലീസായ ശേഷം കണ്ടവരുടെ കണ്ണ് തള്ളിച്ച ഐറ്റമായിരുന്നു മാർക്കോ. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വയലൻസും. 30 കോടി ബഡ്ജറ്റിൽ റിലീസായ സിനിമ 100 കോടിക്ക് മുകളിലാണ് വാരിക്കൂട്ടിയത്. ഫസ്റ്റ് പ്ലേസിൽ DSC-യുടെ 2013 രാഹുൽ സദാശിവൻ റെഡ് റെയിൻ എന്ന സയൻസ് ഫിക്ഷൻ ത്രില്ലറുമായി മലയാള ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നു. എന്നാൽ അന്ന് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായി മാറുന്നു. പിന്നീട് 9 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം ഭൂതകാലം OTT റിലീസാവുന്നു. ഭൂതകാലം വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഹൊറർ ചിത്രം. എന്നാൽ രാഹുൽ സദാശിവൻ എന്ന പേര് കേരളം മൊത്തം അലയടിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രത്തിലൂടെയാണ്, ഭ്രമയുഗം. ഈ സിനിമ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. തുടർന്ന് ഈ വർഷം പ്രണവ് മോഹൻലാലിനെ വെച്ച് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഹൊറർ ചിത്രം റിലീസാവുന്നു. യാതൊരു ഹൈപ്പും ഇല്ലാതെ റിലീസായ ചിത്രം സിനിമയുടെ കണ്ടന്റ് കൊണ്ടും കഥാപാത്രങ്ങളുടെ പ്രകടനം കൊണ്ടും തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. ദിവസം മരിച്ചവരെല്ലാം വാർത്തപ്പെടുന്നു.